യൂസഫലിക്ക, അഡ്വക്കേറ്റ് സുജാത വർമ്മ, അഷ്റഫിക്ക, അഡ്വക്കേറ്റ് ജോൺ ജോസഫ് തുടങ്ങി ഈ വേദിയിൽ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നാം ഇവിടെ ഒരുമിച്ച് ചേർന്ന് ആഹാരം ഉപേക്ഷിച്ച് ഏകമനസ്സായി ഇരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമെതിരായ നമ്മുടെ നിലപാടിൻ്റെ പ്രഖ്യാപനമായിട്ടാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ ജനങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. ജനങ്ങളുടെ കാര്യസ്ഥന്മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ. ഏകാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് ഭരണാധികാരികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മ ജനപ്രതിനിധികൾ കയറിയിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിക്കുന്നു എന്നുള്ളതാണ്. അത് ജനപ്രതിനിധി ആധിപത്യം മാത്രമേ ആകുന്നുള്ളൂ, ജനാധിപത്യമാകുന്നില്ല. സ്വിറ്റ്സർലാൻഡിലെ അതുപോലെ ലോകത്തെ ചില രാജ്യങ്ങളിലെങ്കിലും കുറച്ചുകൂടെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഭരണാധികാരികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ജനാധിപത്യ രീതികളുണ്ട്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ ഭരണ സമ്പ്രദായത്തെ മുന്നിൽ വച്ചിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ സ്വരാജിൽ ഈ രാജ്യത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഏറ്റവും ദരിദ്രനായ മനുഷ്യനും ഭരണത്തിൽ അഭിപ്രായം പറയുന്ന പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാമസ്വരാജിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വാതന്ത്ര്യ സമരം മുന്നിട്ട് വച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിലേക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ജനങ്ങളായ നമ്മളും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചില്ല. അതേ തുടർന്ന് ഭരിക്കാൻ കയറുന്ന ഭരണാധികാരികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നയപരിപാടികളിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നയപരിപാടികളിൽ വെള്ളം ചേർത്ത് മാറ്റങ്ങൾ വരുത്തി നാം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യം അടിമകളുടെ സ്വാതന്ത്ര്യമാകുമെന്ന് ഗാന്ധിജി തന്ന മുന്നറിയിപ്പിലാണ്. ആ ഒരു ദയനീയമായ അവസ്ഥയിലേക്കാണ് ഭാരതം നിബന്ധിച്ചിട്ടുള്ളത്. ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ ജനാധിപത്യത്തിന് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ അനീതിയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ വ്യത്യസ്തരായ മനുഷ്യർ, നീതിക്കായി പൊരുതുന്ന മനുഷ്യർ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർ ഇന്ന് ചെയ്യുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ ഈ ശബ്ദം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭരണകൂടം നടത്തുന്ന ഈ അധാർമികതയിൽ എനിക്ക് പങ്കില്ല, ഞാൻ എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അതിനെതിരെ പൊരുതുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് നാം നടത്തേണ്ടത്. അതിനുള്ള ഒരുക്കമാണ് വാസ്തവത്തിൽ നമ്മുടെ ഉപവാസം. ഈ ഉപവാസം ഒരു സമരമല്ല. ഇതുപോലെ നാടിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മളെല്ലാം മാറിയിരുന്നത് കൊണ്ട് ഭരണകൂടം ഭയക്കുകയോ നയപരിപാടികൾ തിരുത്തുകയോ ചെയ്യുമെന്ന് നമ്മൾ ശഠിക്കുന്നതിൽ അർത്ഥമില്ല. ജനങ്ങളെ മാനിക്കുന്ന ഭരണകൂടങ്ങൾ തീർച്ചയായും അത് ശ്രദ്ധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പല ഭരണകൂടങ്ങളും അത്തരത്തിൽ ജനങ്ങളെ നിരന്തരമായി ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നിലപാടിതാണ്, ഞങ്ങൾക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഇന്നത്തെ വ്യാപനത്തിൽ പങ്കില്ല, ഞങ്ങൾ വ്യത്യസ്തരായി ഇതിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്, ഇതിനെതിരെ പൊരുതുന്നവരാണ് എന്ന പ്രഖ്യാപനം അത് എന്തുകൊണ്ടും നമ്മുടെ കടമയാണ്. അത്തരത്തിലുള്ളവരെ ഒന്നിച്ചു ചേർത്ത് ഇതൊരു മൂവ്മെൻ്റായിട്ട്, വലിയ ഒരു നീക്കമായിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ള ശ്രമങ്ങൾക്കാണ് നമ്മുടെ ഉപവാസം വഴിയൊരുക്കുന്നത്. എലപ്പുള്ളിയിൽ
നാം 2 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ 20 ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ ഉപവസിക്കണമെന്നുള്ളതായിരുന്നു. നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തുന്ന ബിഷപ്പ് ജോഷുവ ഇഗ്നാത്തിയോസ് മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ചെയർമാനാണ്. മദ്യത്തിനെതിരെ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മദ്യനിരോധന സമിതി തുടങ്ങിയിട്ട് നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഏകോപനത്തിൻ്റെ ചെയർമാനാണ് അദ്ദേഹം തുടങ്ങി ഞങ്ങൾ കുറച്ച് പേര് വരെയുള്ള 20 പേര് ഉപവസിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ 100 പേര്, കൃത്യമായി 100 പേര് ഉപവസിക്കാനെത്തി. അവിടുത്തെ ഒരു തീരുമാനമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഉപവാസങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിലാദ്യം തന്നെ അത് ഏറ്റെടുത്തത് ചങ്ങരംകുളത്ത് നിന്ന് വന്ന യൂസഫ് അലീക്കയുടെയും മുജീബിൻ്റെയും അനസിൻ്റെയും അലിയുടെയും എല്ലാം നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം ഈ ഉപവാസം സംഘടിപ്പിക്കാൻ തയ്യാറായത്. എന്തുകൊണ്ടും ചങ്ങരംകുളത്തിൻ്റെ ഒരു പാരമ്പര്യം മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അതേപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾക്കുമെതിരായി നടന്നിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളുടെ വലിയ ഒരു പാരമ്പര്യം ചങ്ങരംകുളത്തിനുണ്ട്. ആ പാരമ്പര്യത്തിനനുസരിച്ച് തന്നെ ഗംഭീരമായി തന്നെ നമുക്കിവിടെ ഒരു വേദി ഒരുങ്ങുകയും വളരെ പ്രഗത്ഭരായ ഈ നാട്ടിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഉപവാസമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉപവാസത്തെ തുടർന്ന് കേരളത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഇവിടെയുണ്ട്. അഡ്വക്കേറ്റ് ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പര്യടനം നടത്തുകയും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളുമായി കണ്ട് അവരുടെ പിന്തുണ കൂടെ വാങ്ങിച്ച് ഒക്ടോബർ 6-ാം തീയതി കേരളം എലപ്പുള്ളിയിൽ എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ച് ഒരു മഹാസമ്മേളനം എലപ്പുള്ളിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തിച്ചേരുക നമ്മളെല്ലാവരെയും, നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രചരണവും നമ്മുടെ പ്രവർത്തനവും അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൂടിയാണ് ഇന്നത്തെ ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം. ഒരു ആത്മീയമായ ഒരു തപസ്സനുഷ്ഠിക്കലിൻ്റെ ഒരു കണികയാണ് ഈ ഏകദിന ഉപവാസത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഉപവാസത്തിൽ പങ്കെടുക്കുന്നവർ ആ ഒരു വിചാരം ഉൾക്കൊള്ളണമെന്നും മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കി മനസ്സ് ഈ വിഷയത്തിൽ തന്നെ ധ്യാനാത്മകമായി കേന്ദ്രീകരിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്ക് ഉപവാസം, അതുകൊണ്ടാണ് ഇത് നിരാഹാര സത്യാഗ്രഹമല്ല, ഉപവാസ സത്യാഗ്രഹമാണ്. ഉപവാസവും നിരാഹാരവും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. നിരാഹാരത്തിൽ ആഹാരം കഴിക്കാതെ ഇരിക്കുക, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിജയിക്കും. പക്ഷെ ഉപവാസത്തിൽ നാം ഉപവസിക്കുകയാണ്. ഉപവസിക്കുന്നത് ആഹാരമേ ഇല്ലാതെ, ശരീരമില്ലാതെ അനാദിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഉപവസിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുത്തിരിക്കുകയാണ്. പ്രാർത്ഥനാനിരതമായി നാം വിശ്വസിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി പൂർണ്ണമായും ശ്രദ്ധ നൽകിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ ഭരണാധികാരികളുടെ മനസ്സിനെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഉപവാസത്തിനുള്ളത്. ആ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ മറ്റു ചിന്തകൾ പോലും കഴിയുന്നത്ര ഒഴിവാക്കി നമുക്ക് ഈ ഉപവാസവേദിയിൽ ഇരിക്കാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സൊരു ഗാർബേജ് മൈൻഡ് എന്ന രീതിയിലാണ്. ഒരു ദിവസം 6000 തുടങ്ങി 60,000 ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോകുക. അതിൽ നല്ലൊരു പങ്കും അനാവശ്യ ചിന്തകളാണെങ്കിൽ ആ മനുഷ്യനെ, ആ ശരീരത്തെ, ആ മനസ്സിൻ്റെ ചിന്തയെ ഗാർബേജ് മൈൻഡ്, ചവറ്റുകൊട്ടയിലിടേണ്ട ചിന്തകളാണെങ്കിൽ അത്തരം ചിന്തകളിലൂടെ പോകുന്ന മനുഷ്യരുടെ ഉപവാസം കൊണ്ട് കാര്യമായി ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ പ്രാർത്ഥനാനിരതമായ ചിന്തകൾ ഇന്ന് നമ്മുടെ മസ്തിഷ്കത്തിൽ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിലേക്ക് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രഭാഷണത്തിലും പരമാവധി ശ്രദ്ധ നൽകണം. അതിനെ നമ്മുടെ ചിന്തയിൽ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്ക്
അടുത്തത് നമുക്ക് ഇന്നത്തെ ഉപവാസത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ലഘു പ്രഭാഷണങ്ങളാണ്. വിവിധ സംഘടനകളുടെ നേതാക്കളാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നമുക്ക് ബിഷപ്പ് തിരുമേനി എത്തിക്കഴിഞ്ഞാൽ ദീർഘമായ മറ്റു പ്രഭാഷണങ്ങൾ ഉള്ളത് കൊണ്ട് പങ്കെടുക്കുന്ന സംഘടനകൾ അവരുടെ നിലപാട്, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പല ദിവസങ്ങൾ കിട്ടിയാലും മതിയാവില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമെതിരായ ശക്തമായ നിലപാടുകളുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് അത്തരമൊരു ദീർഘമായ വിശദീകരണങ്ങൾക്ക് അല്ല, അവരുടെ നിലപാട്, അവരുടെ പ്രവർത്തനം എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ശ്രീ മുജീബ് കോക്കൂരിനെ ക്ഷണിക്കുന്നു.